എൻ്റെ അനുഭവം എന്ന് പറയുവാണെങ്കിൽ ഞാൻ VBS കയറിയത് ആദ്യമായിട്ടാണ്. എൻ്റെ സഹോദരൻ അഡോണ എന്ന് പറഞ്ഞ ടീമിൽ അവയുണ്ട്. അത് ദക്ഷിണേന്ത്യ മഹാനഗരിയിൽ പേര് കേട്ടൊരു ടീമാണ്. അപ്പം അവൻ പോകും. പക്ഷെ ഞാൻ ഇങ്ങനെ പള്ളിയിലെല്ലാത്തിനും ആക്റ്റീവാണ്. പള്ളി കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുന്നതും നന്മകൾ കിട്ടുന്നതും ദൈവത്തിന് മുന്നിൽ ആശ്രയിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ജീവിതം പറഞ്ഞിട്ടുള്ളതും ദൈവം നടക്കുന്നത്. അതുകൊണ്ട് പള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൻ കൂടെ പറയും നീ വാ എന്ന് പറയും. അപ്പം ഞാൻ ഇരുന്നതാണ്. പക്ഷേ ഈ വർഷം ഇറങ്ങി നോക്കാം. ഇതൊരു പുതിയ അനുഭവമായിരിക്കും. കാരണം പള്ളി കൊയറിലുണ്ട്, CSലുണ്ട്, ബാക്കി എല്ലാ പള്ളി പള്ളി പുറത്ത് ആക്റ്റീവാണ്. അമ്മ പള്ളിയിലെ അത് കമ്മിറ്റിയിൽ അംഗമാണ്. അങ്ങനെ പള്ളിയിൽ പുറത്ത് ഞാൻ പോയിട്ടില്ല. അത് ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപാട് നല്ല കുഞ്ഞു പെൺമക്കളെ കാണാൻ കഴിഞ്ഞു. നല്ല ടീച്ചേഴ്സിനെ എനിക്ക് കിട്ടി. അവരുടെ അനുഭവങ്ങളും അവരുടെ രീതികളും അവരുമായിട്ട് എനിക്ക് കുറച്ച് നല്ല സംസാരിക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ VBS പല പാട്ടുകൾ പഠിക്കുവാനും ഡാൻസിലും പഠിക്കുവാനും അത് കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് ദൈവത്തിനെ എങ്ങനെയാണ് പാട്ടിലൂടെയും ആർട്ടിസ്റ്റുകളിലൂടെയും കുഞ്ഞു വചനങ്ങളിലൂടെയും ദൈവത്തെ എങ്ങനെയാണ് സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും അവരുടെ ഒരു നല്ല കൂട്ടുകാരനായിട്ട് എന്നും മാനുഷികമായി നോക്കുമ്പോൾ നമുക്ക് ആരും നമ്മുടെ കൂടെ കാണില്ല, ഒരിക്കലും കാണില്ല. എല്ലാവരും പറയും ഞാനുണ്ട്, നീയുണ്ട്, എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നമുക്കൊരു വിഷമം വരുമ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളുടെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ദൈവത്തെ മുന്നേ പിടിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രതിസന്ധികൾ വരും, പല രീതികളിലും നമ്മുടെ പ്രലോഭനങ്ങൾ വരും. നമ്മളെന്തൊരു കാര്യത്തിൽ മുന്നോട്ട് നിൽക്കുമ്പോൾ നമ്മളതിനെ പിന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മാനുഷികമായി കൂട്ടുകാരായാലും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും പല രീതിയിൽ വരും. പക്ഷെ നമ്മൾ അവരെ നോക്കരുത്. നമ്മൾ ഇപ്പോഴത്തെ തീം പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം ഉയരങ്ങളിലേക്ക് പോയി ഉയരങ്ങൾ ആ ലക്ഷ്യം നേടിയെടുക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായും നമ്മൾ ഉയരണം എത്തുവാൻ സാധിക്കും എന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നെ പുതിയ അനുഭവമാണ്. എനിക്ക് നല്ല പുതിയ ടീച്ചേഴ്സിനെ കിട്ടി, കുഞ്ഞു പിള്ളേരെ കിട്ടി, അവരോടൊപ്പം ഒരാഴ്ച ചിലവിടാൻ കഴിഞ്ഞു. ഞാൻ VBS ആദ്യമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു അനുഭവം പള്ളിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അനുഭവം ഞാൻ ഡയറക്റ്റായിട്ടിരിക്കുക, അവരുടെ മുമ്പിൽ നിന്ന് അവർക്ക് പാട്ട് പഠിപ്പിക്കുക, വാക്യങ്ങൾ പഠിപ്പിക്കുക, അവരുടെ മുമ്പ് അവരിൽ ഒരാളായിട്ട് നിൽക്കുവാൻ എനിക്ക് ദൈവം സാധിച്ചു. ഇനി അടുത്ത ദൈവത്തിന് കിട്ടുവാണെങ്കിൽ ഇനി ഇതുപോലെ പോകാനും ഇടപെടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു അച്ഛനാണ് കിട്ടിയത്, നല്ല ആക്റ്റീവാണ് അച്ഛനാണ്. ഞങ്ങളെക്കാളും അടിപൊളിയായിട്ട് കളിക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാത്തിനും നല്ലൊരു അച്ഛനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ റാലിക്ക് പോയപ്പോഴും വിളിക്കാൻ പറയുമ്പോൾ ആർക്കും ഒന്നും വിളിക്കാനല്ല, അച്ഛൻ്റെ അച്ഛൻ ഉപയോഗിച്ച് എല്ലാവരും കൂടെ എടുക്കും. അതിനൊപ്പം തന്നെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു അച്ഛനെ സെർച്ച് വെച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഒരു മടി കൂടാതെ എല്ലാവരുടെ ഓപ്പണായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്തും പറയാം. ഇപ്പം നമുക്ക് എന്തെങ്കിലും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിങ്ങനെയാണ്, നിങ്ങൾ ചെയ്താൽ മതി, ധൈര്യമായിട്ട് പറയും എന്നുള്ളൊരു പ്രോത്സാഹനം. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ മാറുന്നുണ്ട് എന്നുള്ളൊരു ആൾക്കാരെ തരാതെ നമ്മളെ മുന്നോട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും, പിറകോട്ട് പോകരുത്. അതിൻ്റെ രീതിയിൽ അച്ഛൻ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഇറക്കി ചിട്ടയിൽ പറഞ്ഞ് നല്ലൊരു അച്ഛനെ നിങ്ങൾക്ക് കിട്ടിയിട്ട് അതുപോലെ തന്നെ 2 മക്കൾ അവരും നല്ല ആക്റ്റീവാണ്. എനിക്കിഷ്ടമായി. ഞാൻ അവരോട് പാട്ടിൻ്റെ കാര്യം സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ കാര്യം എനിക്ക് കൂടെ ഒപ്പം സപ്പോർട്ട് ഉണ്ട്. ചേച്ചി എങ്ങനെ ചെയ്യണം, ചേച്ചി ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് നല്ല സ്നേഹത്തിൽ ഒരു അനിയനെ പോലെ നിന്ന് അവരെ എനിക്ക് കൊച്ചമ്മ കണ്ടിട്ടില്ല ചോദിച്ച് മനസ്സിലാക്കി അവരെ ഒരുപാട് ഇഷ്ടം. അതുപോലെ ഇവിടുത്തെ കൺവീനർ, ബാക്കി ടീച്ചേഴ്സ് എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ദൈവം വേറെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുകൊണ്ട് വഴി അതിൽ 1ാം സ്ഥാനം ബെത്ലഹേം ടീമാണ്. 1ാം സ്ഥാനം ബെത്ലഹേം. ഏത് ക്ലാസ്സാണ് ബെത്ലഹേം? 2ാം സമ്മാനം ബെതസ്ത. 3ാം സമ്മാനം ഏഞ്ചൽസ്. ടോട്ടലി നമുക്ക് 2 ടീം ഉണ്ടായിരുന്നു. എരിഹോയും ഉണ്ടായിരുന്നു, എരിശിലേം എന്ന് പറഞ്ഞ ടീമും ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് എരിഹോ ടീമാണ് 1ാമത് പോയിന്റിൽ 1ാമത്തെ സ്ഥാനം. ഈ വർഷത്തെ VBS ആദ്യം മുതൽ ഇന്ന് വരെ ആക്ടിവിറ്റീസും എല്ലാ പ്രോഗ്രാം
പോയിന്റ് വാങ്ങിക്കുകയും സ്കോർ നിൽക്കുന്ന എല്ലാത്തിലും ഉപരി നന്നായിട്ട് നിന്ന് ചെയ്തത് 1ാം സ്ഥാനം എടുത്തത് എരിഗോ ടീമാണ്. 2ാമത് ഏഷ്യൻ. ദൈവം തന്നെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.